ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജൂൺ 15 ഞായറാഴ്ച മുതൽ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം UAE-യിൽ വാർഷിക ഉച്ചസമയ ജോലി നിരോധനം നടപ്പിലാക്കി തുടങ്ങും. ഇത് ഉച്ചയ്ക്ക് 12:30-നും 3 മണിക്കും ഇടയിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതും തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതും നിരോധിക്കുന്നു. ഈ നിയന്ത്രണം സെപ്റ്റംബർ 15 വരെ തുടരുന്നതായിരിക്കും. 3 മാസത്തേക്കാണ് രാജ്യത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്. വേനൽക്കാലത്തെ കൊടും ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി അവതരിപ്പിച്ച ഈ ഉച്ചവിശ്രമ സംരംഭം 21ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. അധികൃതരുടെ അറിയിപ്പ് പ്രകാരം സെപ്റ്റംബർ 15 വരെ ചൂടേറിയ സമയത്ത് കമ്പനികൾ തൊഴിലാളികൾക്ക് പുറത്തെ ജോലികളിൽ നിന്നും ഇടവേള നൽകണം. നിരോധിത സമയങ്ങളിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പ്രത്യേക പരിശോധനാ സംഘങ്ങളെ നിയോഗിച്ച് നിരീക്ഷണം നടത്തുന്നതായിരിക്കും. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ഒരു തൊഴിലാളിക്ക് 5000 ദിർഹം വീതം പിഴയും ഒന്നിലധികം തൊഴിലാളികൾ ഉൾപ്പെട്ടാൽ പരമാവധി 50,000 ദിർഹം വരെയും പിഴ ചുമത്തും. വേനൽക്കാലത്തിന് തുടക്കമായതോടെ UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും താപനില കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് ഉച്ചസമയ ജോലി നിരോധനം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി നേരത്തെ കുവൈറ്റും ഒമാനും മധ്യാഹ്ന സമയത്തെ പുറം ജോലിക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ താളം തെറ്റി രാജ്യാന്തര വിമാന സർവീസുകൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുമ്പ് ബന്ധപ്പെട്ട എയർലൈനുകളിൽ വിളിച്ച് യാത്ര ഉറപ്പാക്കണമെന്ന് അതത് എയർലൈനുകൾ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി. സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും വ്യോമപാത അടച്ചതിനാൽ UAE-യുടെ എത്തിഹാദ് എയർവേസ്, എമിറേറ്റ്സ് എയർലൈൻ, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നിവ 9 സെക്ടറുകളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഇറാഖ്, ജോർദാൻ, ലബനൻ, ഇറാൻ, ഇസ്രായേൽ, സിറിയ എന്നീ രാജ്യങ്ങളിലെ വിവിധ സെക്ടറുകളിലേക്കുള്ള സർവീസുകളെയാണ് ഇത് ബാധിച്ചത്. അതേസമയം ഇറാൻ ഇസ്രായേൽ വ്യോമപാത ഒഴിവാക്കി സർവീസ് തുടരുന്ന രാജ്യാന്തര വിമാന കമ്പനികളുമുണ്ട്. ഇതേസമയം വഴി തിരിച്ചുവിടുമ്പോഴുള്ള അധിക ചെലവ് ടിക്കറ്റ് നിരക്ക് വർധനവിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാർ. മേഖലയിലെ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മസ്കറ്റിൽ നിന്നും അമ്മാനിലേക്കുള്ള ഒമാൻ എയർ വിമാനം വീണ്ടും റദ്ദാക്കി. ഇന്നലെയും ഇന്നുമായുള്ള WY411, WY412 വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്ന് ദേശീയ വിമാന കമ്പനി വൃത്തം അറിയിച്ചു. സലാമയറും വരും ദിവസങ്ങളിൽ വിവിധ റൂട്ടുകളിൽ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇറാൻ, ഇറാഖ്, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്ക് ജൂൺ 20 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മേഖലയിലെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് UAE-യിലെ വിമാന കമ്പനികളും ഇന്നലെ സർവീസുകൾ റദ്ദാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്നാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇറാൻ, ഇറാഖ്, ജോർദാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചത് കാരണം എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എത്തിഹാദ് എന്നിവയെല്ലാം വിമാനങ്ങൾ റദ്ദാക്കുകയും വഴി തിരിച്ചു വിടുകയും വൈകിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർ തങ്ങളുടെ വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി അതത് എയർലൈൻ വെബ്സൈറ്റുകൾ വഴിയും വിമാനത്താവള അധികൃതർ നൽകുന്ന വിവരങ്ങൾ വഴിയും അറിയണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങളിൽ വിമാന സർവീസുകളിൽ മാറ്റങ്ങളുണ്ടാകും. UAE-യിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും വേനൽക്കാല യാത്രാ പദ്ധതികളെയും സംഘർഷം ബാധിച്ചിരിക്കുകയാണ്. ഒമാനിൽ വേനൽക്കാലം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോൾ ചൂടിന്റെ കാഠിന്യം ഇരട്ടിയാകുന്നു. പകലിന് ദൈർഘ്യമേറുകയും രാത്രി സമയം കുറയുകയും ചെയ്തു. മസ്കറ്റിലും ഇതര ഗവർണറേറ്റുകളിലും ചൂട് കൂടുമ്പോൾ തന്നെ ദോഫാറിലും കാലാവസ്ഥ വിഭിന്നമല്ല. ചില പ്രദേശങ്ങളിൽ വേനൽ മഴ നേരിയ തോതിൽ ലഭിച്ചത് താപനില കുറയ്ക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്ത് 14 മണിക്കൂറോളമാണ് നിലവിൽ പകൽ സമയം. മസ്കറ്റിൽ പുലർച്ചെ 5:20 സൂര്യൻ ഉദിക്കുകയും 7 മണിയോടെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു. സലാലയിൽ 4:28 സൂര്യൻ ഉദിക്കുന്നത്, 7 മണിയോടെ അസ്തമിക്കും. സൊഹർ, ബുറൈമി, ഖസബ്, മസീറ, സൂർ, ഹൈമ തുടങ്ങിയ പ്രദേശങ്ങളിലും 14 മണിക്കൂറോളം പകൽ സമയം ലഭിക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഈ പ്രദേശങ്ങളിൽ വെളിച്ചമുണ്ടാകും. അടുത്ത 3 മാസം കടുത്ത ചൂടായിരിക്കും രാജ്യത്ത് അനുഭവപ്പെടുക. പകൽ സമയം 49 ഡിഗ്രി സെൽഷ്യസും രാത്രി 30 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും മിക്ക സ്ഥലങ്ങളിലെയും ഉയർന്ന താപനില.
അതേസമയം ചില പ്രദേശങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടേക്കാം. ചില രാത്രികളിൽ താപനില കൂടുതൽ താഴാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. രോഗികൾ, കുട്ടികൾ, വൃദ്ധർ, ഗർഭിണികൾ വെയിൽ കൊള്ളരുത്. ഇവർക്ക് എളുപ്പത്തിൽ സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കണം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകരുത്. അതേസമയം ചൂട് കൂടിയതോടെ വേനൽക്കാല രോഗഭീഷണിയും സജീവമായി. പനി, ചുമ, തൊണ്ടവേദന, അമിതമായ ക്ഷീണം, അലർജി, ചെങ്കണ്ണ്, വൃക്കരോഗങ്ങൾ എന്നിവ വ്യാപകമാകാനാണ് സാധ്യത. പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പതിവായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതേസമയം സ്വയം ചികിത്സ നടത്തരുത്. തലവേദന, ക്ഷീണം എന്നിവ മാറാൻ വേദന സംഹാരികളെയും ആശ്രയിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് രോഗപ്രതിരോധത്തിന് ഏറ്റവും മികച്ച മാർഗം. നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശുദ്ധമായ മിനറൽ വാട്ടർ തന്നെ കുടിക്കണം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും പാലിച്ചിരിക്കണം. ഒപ്പം മതിയായ ഉറക്കവും മതിയായ വിശ്രമവും വേണം. അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചികിത്സ തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിൽ കഴിഞ്ഞ 22 വർഷമായി ഡയറി സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്ന കാസർഗോഡ് സ്വദേശി കൃഷ്ണകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. ഒമാൻ നാദ ഡയറി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന കൃഷ്ണകുമാർ രാവിലെ ഡ്യൂട്ടിക്കെത്തി പഞ്ച് ചെയ്ത ശേഷം സഹപ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പാണ് കൃഷ്ണകുമാർ നാദ ഡയറിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനു മുമ്പ് ഒമാനിലെ നിരവധി കമ്പനികളിൽ ഡയറി സെയിൽസ്മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചിമ ഏഷ്യയിൽ യുദ്ധഭീതി ആളിപ്പടരുന്നു. ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രത്യാക്രമണം ഇറാൻ കടുപ്പിച്ചു. കൂടുതൽ ശക്തമായ ആക്രമണമുണ്ടാകുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സൈനിക താവളങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗ കേന്ദ്രങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 150 ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന തുറമുഖമായ ഹൈഫയും ആക്രമിച്ചവയിൽ ഉൾപ്പെടും. ഇസ്രായേലിന്റെ 3 F-35 വിമാനങ്ങൾ തകർത്തതായും ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്തതായും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. ഇക്കാര്യം ഇസ്രായേൽ നിഷേധിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. വെള്ളിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു.